കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ നിർദ്ദേശം നൽകി NIT വിദഗ്ധ സംഘം. കഴിഞ്ഞ വർഷം തീപിടുത്തമുണ്ടായ പുതിയ സ്റ്റാൻഡിലെ കെട്ടിടം ഉൾപ്പെടെ പൊളിച്ചു നീക്കേണ്ടതില്ല എന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ അപകടാവസ്ഥയിലായ 21 കെട്ടിടങ്ങൾ പരിശോധിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ചേർന്ന് NIT വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നും അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിയാൽ മതിയെന്നും കണ്ടെത്തിയത്. സാമ്പിൾ ടെസ്റ്റും നടത്തിയിരുന്നു. അത് പൊളിക്കേണ്ട കാര്യമില്ല. പക്ഷേ കുറേ കൺസേൺസ് ഉണ്ട്. ലോക്കലായിട്ടുള്ള കുറേ പോയിന്റ്സ് കൺസേൺ ആയിട്ട് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് റെഗുലർ മെയിൻ്റനൻസ്. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. എക്സിസ്റ്റിംഗ് കുറച്ച് സ്ഥലത്ത് ക്രാക്സും റീൻഫോഴ്സ്മെൻറ്റ് എക്സ്പോസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്താൽ തന്നെ യൂസബിൾ ആണ്. മൊത്തത്തിൽ പൊളിക്കേണ്ട കാര്യമില്ല. അതേസമയം കഴിഞ്ഞ വർഷമുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന് മുകളിലെ ഷെഡും കത്തി നശിച്ചിരുന്നു. മഴയ്ക്ക് മുൻപ് കെട്ടിടത്തിന് മുകളിലേക്കുള്ള കോണിപ്പടിക്ക് മീതെ ഷീറ്റ് സ്ഥാപിക്കുമെന്ന മേയറുടെ വാക്കും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. ഇതോടെ മഴ പെയ്ത താഴത്തെ നിലയിൽ ചോർച്ചയുണ്ടാകുമെന്ന ആശങ്ക വ്യാപാരികളെയും അലട്ടുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും വ്യാപാരികൾ നിലവിലെ അവസ്ഥയിൽ സംതൃപ്തരല്ല. അമൃത ന്യൂസ്, കോഴിക്കോട്.